എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക വികാരിക്ക് അന്ത്യശാസനം നൽകി അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത. ബസിലിക്കയിൽ ഏകീകൃത കുർബാന നടത്തണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപായിരുന്നു, ഏകദേശം ഒരു 5-6 ദിവസം മുൻപായിരുന്നു ജനാഭിമുഖ കുർബാന നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ജൂൺ 14 ഒരു സമിതിയൊക്കെ ചേർന്നിരുന്നു സിനഡിൻ്റെ. അപ്പോൾ അതിലാണ് ആ ഒരു തീരുമാനം ഉണ്ടായത്. ഇപ്പോൾ ഇതാ വീണ്ടും മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വീണ്ടും ഈ ബസിലിക്ക തുറക്കുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആൻഡ്രൂസ് താഴ്ത്ത പറയുന്നത്? ഭദ്ര, ഈ വിഷയത്തിൽ കഴിഞ്ഞ 11 മുതൽ 16 വരെയുള്ള തീയതികളിൽ സിനഡ് കൂടിയിരുന്നു. ആ സിനഡ് യോഗത്തിൽ കൃത്യമായി ഏകീകൃത കുർബാന അർപ്പണ രീതിയാണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ആ സിനഡിന് ശേഷം ഈ വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും സിനഡാനന്തര വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് സിനഡിലെ തീരുമാനത്തിൽ കൃത്യമായി പള്ളി തുറക്കണം, പക്ഷേ ഒരു കുർബാന അർപ്പണ രീതി, അതിലൊരു അന്തിമ തീരുമാനം, അതായത് ഒരു സമവായ തീരുമാനം ഉണ്ടാകുന്നത് വരെ അവിടെ യാതൊരു വിധത്തിലുള്ള കുർബാന വേണ്ട. പക്ഷേ മറ്റ് കാര്യങ്ങൾ, മറ്റ് കൂദാശകൾ പോലെയുള്ള മറ്റ് ആരാധനാക്രമങ്ങൾ നടത്താമെന്നാണ് ഈ സിനഡാനന്തര വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി അല്ലാതെ മറ്റൊന്ന് തന്നെ അവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. പക്ഷേ അതിലൊരു തീരുമാനം, ഒരു സമവായ ചർച്ച വരുന്നത് വരെ അവിടെ യാതൊരുവിധ തരത്തിലുമുള്ള കുർബാന അർപ്പണ രീതികൾ വേണ്ട എന്നൊരു തീരുമാനമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ആൻഡ്രൂസ് താഴത്തെ ഇപ്പോൾ ഈ ഒരു കത്ത് പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ആൻ്റണി നരികുളത്തിന് നൽകിയിരിക്കുന്ന കത്തിൽ കൃത്യമായി പറയുന്നത് ജൂലൈ 2 മുൻപായിട്ട് പള്ളി തുറന്ന, അതൊരു അന്ത്യശാസനം എന്ന നിലയിലാണ് ഈ കത്ത് വന്നിരിക്കുന്നത്. ജൂലൈ 2 മുൻപ് ഈ പള്ളി തുറന്ന് കുർബാന അർപ്പിക്കണം. പലതവണ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് കത്തുകൾ നൽകിയിരിക്കുന്നു, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റുകളും കൃത്യമായി ഈ കത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം പക്ഷേ ഒരു നടപടിയും പള്ളി വികാരി എന്ന രീതിയിൽ ആൻ്റണി നരികുളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജൂലൈ 2 മുൻപായിട്ട് എന്തായാലും ഇവിടെ ഒരു ഏകീകൃത കുർബാന അർപ്പണ രീതി പള്ളി തുറന്ന് നടത്തണം. അതിന് പള്ളി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള, ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ആൻ്റണി പൂതവേലിൽ നിന്ന് കീ കൈമാറണമെന്നും, ഈ പള്ളിയുടെ താക്കോൽ കൈമാറുമെന്നും ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നുമാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇതിൽ പാരിഷ് കൗൺസിലിൻ്റെ തീരുമാനമാണ്. നേരത്തെ തന്നെ അൽമയ മുന്നേറ്റം പോലുള്ള വൈദിക സമിതികൾ പോലുള്ള ആളുകൾ ഇതിൽ, അതായത് ഏകീകൃത കുർബാന എതിർക്കുന്ന ആളുകൾ പറഞ്ഞിരുന്നത്. പാരിഷ് കൗൺസിലിൽ ഏകീകൃത കുർബാന അർപ്പണമല്ല, നേരത്തെ ഉള്ള മുൻപുണ്ടായിരുന്ന കുർബാന അർപ്പണ രീതി, ജനാഭിമുഖ കുർബാന തന്നെ നടത്താം എന്ന് പറയുകയും പിന്നീട് സിനഡിൽ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറി നടന്നു എന്നാണ് പാരിഷ് കൗൺസിലിൽ ഉണ്ടായിരുന്ന വിമത വിഭാഗം വ്യക്തമാക്കുന്നത്. പക്ഷേ പാരിഷ് കൗൺസിലിൻ്റെ തീരുമാനം അന്തിമമല്ല എന്നാണ് ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. സിനഡിൻ്റെ തീരുമാനമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ സിനഡ്, അതുപോലെ തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, മേജർ ആർച്ച് ബിഷപ്പ് തുടങ്ങിയ ആളുകൾ എടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമം. അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾക്കെതിരെ കാനൻ നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കിയത്. വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിൽ ആൻഡ്രൂസ് താഴത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. വികാരിയായിട്ടുള്ള ആൻ്റണി നരികുളത്തിന് വന്നിരിക്കുകയാണ്. ഇതിൽ പാരിഷ് കൗൺസിലിൻ്റെ തീരുമാനം വാലിഡ് അല്ല എന്ന് കൃത്യമായി കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വൈദിക സമിതി അംഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുർബാനയുമായി ബന്ധപ്പെട്ട് ബസിലിക്കയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ പറഞ്ഞിരുന്നു, പാരിഷ് കൗൺസിൽ എടുത്ത തീരുമാനം സിനഡിൽ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തീരുമാനം വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്തായാലും ബസിലിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു
പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ജൂലൈ 2-ാം തീയതിയാണ് ഈ സിനഡ് നൽകിയിരിക്കുന്ന ഒരു ഈ ആൻഡ്രൂസ് താഴത്ത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അന്തിമ ഡേറ്റ്. അതിന് മുൻപായിട്ട് ഇവിടെ ഏകീകൃത കുർബാന അർപ്പണ രീതി നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപ് ബസിലിക്ക തുറക്കാനും ഏകീകൃത കുർബാന അർപ്പണ രീതി നടത്താനും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആത്മീയ മുന്നേറ്റം, വൈദിക സമിതി ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ രീതിയിലേക്ക് പോകാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ഡിസംബറിലൊക്കെ തന്നെ കണ്ടതുപോലെ ഈ പള്ളി ബസിലിക്ക അടയ്ക്കുന്നതിന് തൊട്ട് മുൻപ് കണ്ടതുപോലെയുള്ളൊരു സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ വൈദിക സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പോലെയുള്ള ആളുകളുണ്ട്. അദ്ദേഹമൊക്കെ ഇതിലെടുക്കുന്ന നിലപാടുകൾ എന്താണെന്നുള്ളതാണ് വളരെ പ്രധാനം. അവരുടെ ഒരു നീക്കങ്ങളായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനിടയിൽ ആൻഡ്രൂസ് താഴത്ത് അടക്കമുള്ള ആളുകൾ നേരത്തെ ചെയ്തതുപോലെ കുർബാന അർപ്പണ രീതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കുർബാന അർപ്പണ രീതി ഇവിടെ അടുത്ത ദിവസം ഞായറാഴ്ച ഈ ആഴ്ച അവിടെ കുർബാന അർപ്പണ രീതി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇതിൽ വിമത വിഭാഗത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന ഇതുവരെ വന്നിട്ടില്ല. അവർ ഈ കത്തുമായി ബന്ധപ്പെട്ട് എന്ത് പ്രസ്താവന ഇറക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ബസിലിക്കയിലുള്ള പ്രശ്നം കൂടുതൽ ഗുരുതരമായിട്ട്, ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടുതൽ ഗുരുതരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും സിനഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു തരത്തിലുള്ള ഒരു ചർച്ചയോ സമവായ ശ്രമങ്ങളോ ഉണ്ടാകും എന്ന് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഭദ്ര, വ്യക്തമാണ് അശ്വതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം, ഈ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം നിരവധി അവസരങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സഭയ്ക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഏകീകൃത കുർബാനയാണ് ഏറ്റവും ഉത്തമമായ രീതി എന്നും അദ്ദേഹം പല സന്ദർഭങ്ങളിലും പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിനഡിൻ്റെ ഇത്തരമൊരു തീരുമാനം, അതായത് ജനാഭിമുഖ കുർബാന നടത്തണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിൽ, ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും മറ്റുള്ള സമവായ ചർച്ചകൾക്ക് ഇനി സാധ്യത മങ്ങുന്നൊരു കാഴ്ച തന്നെയാണോ അശ്വതി? ഈ കത്തിൽ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലെല്ലാം, അതായത് 10 ദിവസത്തിനുള്ളിൽ ഈ കാര്യം, അതായത് ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ പാരിഷ് കൗൺസിൽ സസ്പെൻഡ് ചെയ്യുകയോ ഡിസോൾവ് ചെയ്യുകയോ ചെയ്യുമെന്നാണ്, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാരിഷ് കൗൺസിൽ പിരിച്ചുവിടും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കൃത്യമായി ഇതിൽ ആൻഡ്രൂസ് താഴത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പാരിഷ് കൗൺസിൽ മെമ്പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ നിയമം ലംഘിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഈ സിനഡ് തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ പാരിഷ് കൗൺസിൽ പിരിച്ചുവിടുമെന്നുള്ള ഒരു തീരുമാനമാണ് ആൻഡ്രൂസ് താഴത്ത്, അത്തരത്തിലുള്ള ഒരു അന്ത്യശാസനം, ഒരു മുന്നറിയിപ്പാണ് ആൻഡ്രൂസ് താഴത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 10 ദിവസത്തിനുള്ളിൽ, അതായത് 10 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പുറത്തുവിട്ടിരിക്കുന്ന ഈ കത്തിൽ, ഈ ആൻ്റണി നരികുളത്തിന് നൽകിയിരിക്കുന്ന ഈ കത്തിനൊരു റിപ്ലൈ നൽകണമെന്നും വിശദമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു അന്ത്യശാസനം എന്ന നിലയിൽ വളരെ കൃത്യമായിട്ട് ആൻഡ്രൂസ് താഴത്ത് നിലപാട് അറിയിച്ചിരിക്കുകയാണ്. അതായത് പാരിഷ് കൗൺസിൽ എന്നൊരു സംവിധാനത്തിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും സിനഡിൻ്റെ തീരുമാനമാണ് കാനൻ നിയമപ്രകാരം ശരിയായ തീരുമാനമെന്നും മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പം തന്നെ സിനഡും എടുത്ത തീരുമാനത്തിൽ നിന്ന് മറ്റാർക്കും വ്യതിചലിക്കാൻ സാധിക്കില്ലെന്നും ആ തീരുമാനം നടപ്പാക്കണമെന്നുമാണ് കൃത്യമായി ആൻഡ്രൂസ് താഴത്ത് ഈ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരിഷ് കൗൺസിൽ പോലും ആ സംവിധാനം പോലും മറികടന്നുള്ള തീരുമാനം ആയിരിക്കും ഇത്. ആ തീരുമാനത്തിന്, അത് പാരിഷ് കൗൺസിലിൻ്റെ തീരുമാനത്തിന് വാലിഡിറ്റി ഇല്ല എന്നും ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി
നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയും അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് കത്തുകളിലൊക്കെ തന്നെ പ്രസ്താവനകളിലൊക്കെ തന്നെ ഈ പ്രതിഷേധങ്ങളും മറ്റും നടത്തുന്ന എന്തെങ്കിലും ഈ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആളുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഒരു സൂചനകൾ നൽകിയിരുന്നു. അത് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കുന്നത്. അതിൽ ആന്റണി നരികുളം, അതായത് വികാരിക്ക് കൂടി കൂടുതൽ പ്രാധാന്യമുണ്ട്. അദ്ദേഹം കൂടി ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇതുവരെ നൽകിയിരിക്കുന്ന കത്തുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകണം, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കണം, സിനഡ് തീരുമാനം നടപ്പിലാക്കണം എന്ന രീതിയിലാണ് ആൻഡ്രൂസ് താഴത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതൊരു അന്തിമ തീരുമാനം, ഒരു കർശന നിർദ്ദേശം എന്ന രീതിയിൽ തന്നെയാണ് ഈ കത്തിനെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങളും അതുപോലെ തന്നെ വിമത വിഭാഗവും കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. എന്തായാലും അടുത്ത 10 ദിവസത്തിനുള്ളിൽ ബസിലിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ പള്ളി തുറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെങ്കിൽ അത് നിയമപരമായി നേരിടാനും ഉള്ള ഒരു സംവിധാനമുണ്ട്. കാരണം പള്ളിയുടെ നടത്തിപ്പുകൾ എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് അവർക്ക് ചില ഗൈഡ് ലൈൻസ് ഉണ്ടാകും. ആ ഗൈഡ് ലൈൻസിൻ്റെ, അതായത് ഇതിൽ പറയുന്നത് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് സിനഡ് തീരുമാനങ്ങളായിരിക്കും അന്തിമം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ ആൻഡ്രൂസ് താഴത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് നേരത്തെ തന്നെ വിധി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളും ഇതിൽ വളരെ പ്രസക്തമായിരിക്കും. അദ്ദേഹം നേരിട്ട് പള്ളിയിലെത്തി, അതായത് ബസിലിക്കയിലെത്തി കുർബാന അർപ്പിക്കുന്ന രീതിയും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി, ഒരു നിയമപരമായ കാര്യങ്ങൾ കൂടി ഇതിൽ ഉണ്ട്. ഭദ്ര. ശരി അശ്വതി, എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക വികാരിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. ബസിലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ പള്ളി വികാരി ആന്റണി നരിക്കുളത്തെ നീക്കം ചെയ്യും എന്നും മുന്നറിയിപ്പുണ്ട്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ വിമത ഔദ്യോഗിക വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു പൊട്ടിത്തെറിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഇനി എന്തായാലും ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിനിടയിൽ വരുന്ന ഞായറാഴ്ചകൾ ആണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കുർബാന അർപ്പിക്കാൻ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ഈ വിഭാഗക്കാർ വരികയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടാകും. വീണ്ടും പള്ളി അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി വരും.